എന്തുപറ്റി സാറേ? എന്തുപറ്റി സാർ? എന്തൊരു ഐശ്വര്യമുള്ള ഓഫീസായിരുന്നു. എല്ലാം പോയില്ലേ. അഴിമതിക്ക് അഴിമതി, കൈക്കൂലിക്ക് കൈക്കൂലി, ഒക്കെ നഷ്ടസ്വപ്നം. ഹിറ്റ്ലറുടെ നാസി ക്യാമ്പ് പോലെ ആയി. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? സംഭവിക്കാൻ എന്തിരിക്കുന്നു? ശത്രു സൈന്യത്തെ കിടുകിടാ വിറപ്പിച്ച കേണലാണ് വില്ലേജ് ഓഫീസറായിട്ട് ഇങ്ങോട്ട് വരണത്. നമ്മുടെ കുന്നോത്ത് പറമ്പ് വില്ലേജ് ഓഫീസില്ലേ, അവിടെ ആയിരുന്നു ആദ്യ നിയമനം. അവിടെയൊക്കെ ശുദ്ധികലശമൊക്കെ ചെയ്തു എന്നാണ് കേട്ടത്. അത്രയ്ക്കൊന്നും ഉണ്ടാവൂല. ഉണ്ടാവില്ലെന്ന് ആര് പറഞ്ഞു? ആ ഓഫീസിലെ സകല ഉദ്യോഗസ്ഥരും ഇപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാ. ഒരു മിനിറ്റ് ലേറ്റായ പ്രശ്നം, ഒരു മിനിറ്റ് നേരത്തെ പോകാനും പറ്റൂല. എല്ലാം മിലിറ്ററി സ്റ്റൈൽ എന്നാണ് കേട്ടത്. മിലിറ്ററി എന്തിനാണെന്ന് ദൈവമേ ആ കരിങ്കാലി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പട്ടാളത്തിൽ നിന്ന് വെടിവെച്ച് പടുത്തപ്പോ PSC ടെസ്റ്റ് എഴുതി നമ്മുടെ മേക്കിട്ട് കയറാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ. നമ്മുടെ കഷ്ടകാലം. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല. പാവപ്പെട്ട എത്ര എത്ര പട്ടാളക്കാര് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നു. ഒരൊറ്റ തീവ്രവാദി ഇയാളെ കണ്ടില്ല. ഏതായാലും ഇതൊക്കെ ഒന്ന് ഒപ്പിട്ടെ. ഇത് കുറെ ഉണ്ടല്ലേ. ആ കേണൽ ഇവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞാലേ 5 പൈസ ഒപ്പിക്കാന്ന് വിചാരിക്കണ്ട. അതിനു മുമ്പ് ഈ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ട് വല്ല ചിക്കിലും ഒപ്പിക്കാൻ നോക്ക്. കഴിഞ്ഞ ഓഫീസിൽ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ അയാൾ കോടതിയേറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്റെ ഒപ്പിടാനുള്ള സ്ഥലം ഈ മാറ്റ് ഒരു ഏര വരുന്നുണ്ടേ. എന്തെങ്കിലും ഒപ്പിച്ചോളണം. ഇതൊക്കെ അവസാനത്തെ ഒപ്പിക്കലായിരിക്കും. എന്റെ കാര്യം മറക്കണ്ട. മതി. സാറേ മോന്റെ ഒരു അഡ്മിഷന് വേണ്ടിട്ടേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം വേണം. എത്ര വേണം? എത്ര എണ്ണം വേണം പെട്ടെന്ന് പറയേ. അല്ല അങ്ങനെ ചോദിച്ചാല് വളരെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഓഫീസാണിത്. ഒന്നിനും ഒരു ഒളിയും മറയില്ല. പെട്ടെന്ന് ഒരു 1000 രൂപ എടുക്കും. 1000 രൂപ എന്തിന്? നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടേ? വേണോ? ഇന്ത്യയിൽ ഒരിടത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കില്ല. രാജധാനി എക്സ്പ്രസിനെ കാട്ടി ഫാസ്റ്റ് ആണ്. അല്ല എനിക്ക് അത്ര അങ്ങോട്ട് ഫാസ്റ്റ് ആവണമെന്നില്ല. ചെറിയൊരു സാവകാശമായാലും കുഴപ്പമില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാനായിട്ട് പ്രയാസവും. പുറത്തിറങ്ങിയിട്ട് അറിയാന്നുള്ളവരത്തൊക്കെ പോയി പറഞ്ഞു സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വന്ന് വാങ്ങിച്ചോളാം. എന്താ വില്ലേജ് ഓഫീസ് പൂട്ടാൻ പോവാ? കേണല് വരാൻ പോവേണ്ട. ഏത് കേണല്? അങ്ങ് അതിർത്തിയിൽ വെടിവെച്ചിട്ടുള്ള ആളാണ്. അയാളാണ് ഇവിടുത്തെ ഇനിയിപ്പോ വില്ലേജ് ഓഫീസറായിട്ട് വരാൻ പോണത്. എല്ലാരും വെടിവെച്ച് എന്താണ് മൂപ്പര് വന്നാല്? പുള്ളി വന്നു കഴിഞ്ഞാൽ എല്ലാം ടിക് 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 എല്ലാം കൃത്യമായിരിക്കും. ഞങ്ങൾക്ക് ആർക്കും 5 പൈസ കിട്ടൂല. മൂപ്പര് വന്നാ പിന്നെ നിങ്ങൾക്ക് ആർക്കും കൈക്കൂലി മേടിക്കാൻ പറ്റൂല അല്ലേ? അയാള് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടൂല. വലിയ പിടിവാശിയുള്ള ആളാണ്. അതെ. എന്നാ പിന്നെ ഞാൻ മൂപ്പര് വന്നിട്ട് വരാം. വേണ്ട സാറേ, ആള് വന്നിട്ട് വരാ. ഞാൻ ഒരു കാര്യം ചെയ്യും. 1000 രൂപ വേണ്ട, 500 മതി. വേണ്ട അത് ശരിയാവില്ല. 500 മതി, അതാണ് പറഞ്ഞത്. വേണ്ട സാറേ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടൂല സുഹൃത്തെ. കേണല് വന്നിട്ട് ഞാൻ മേടിക്കണുള്ളൂ. 250 തന്നിട്ട് വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് പോകും. 250. വേണ്ട, ഞാൻ ആള് വന്നിട്ട് വരാം. 100 ഫുട്പാത്ത് കച്ചവടോ സർട്ടിഫിക്കറ്റിന്റെ? വേണ്ട ശരിയാവില്ല. ഇനി കുറച്ചും കൂടി നിന്ന് നിങ്ങൾ 50 ഉറുപ്പിക ഇക്ക് വന്നിട്ട് ഇതിൽ ഒപ്പിടും. വേണ്ട, ഞാൻ മുമ്പിൽ വന്നിട്ട് വരാം. നീ തെണ്ടി കുത്തുവാള എടുക്കും. നിങ്ങളോട് സാറേ അതാരാ സാറേ? അത് രാവണന്റെ അനിയൻ. രാവണന്റെ അനിയൻ? കുംഭകർണൻ. അദ്ദേഹം ഡ്യൂട്ടിയിലാണ്. സാറേ എന്താ വേണ്ടത്? പറയേ, പെട്ടെന്ന് പറയും. ഞാൻ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ അത്യാവശ്യം? എന്നെ ഒന്ന് SC ആക്കി തന്നെ. SC ആക്കി തന്നെ. എങ്ങനെ? എന്നെ ഒന്നേ പട്ടികജാതിയിലാക്കി തരണമെന്ന് പറഞ്ഞതാ. ഒരു ജോലിയുടെ കാര്യത്തിന്. വയസ്സൊരുപാടായേ. അത് നേരത്തെ വന്നപ്പോഴേ പറയണ്ടേ. ഇതിന്റെ സെക്ഷൻ അവിടെയാണ്. അവിടെ കൊടുക്ക്. ലങ്കയില് അപ്പുറത്ത്. സാറേ 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 അവിടെ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. 1.5 മാസമായിട്ട് തുടങ്ങിയതാണ്. ഒപ്പിട്ട് പഠിക്കുകയാണ്. വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അപ്പം ഒപ്പിനൊക്കെ നല്ല ഗെറ്റപ്പ് ഒക്കെ വേണം. അത് ചെയ്തോണ്ടിരിക്കുകയാണ്. കേടല് വരുന്നുണ്ട്.
പോയിക്കൊണ്ടിരിക്കുന്നത്. ചാടല് പറഞ്ഞു, ചാടല്. നിങ്ങൾ കൈ എടുക്കുമോ അവിടുന്ന്? ചാടല് പറഞ്ഞു ഇങ്ങനെ വന്ന് വെടിവെക്കും. താനാരാണെന്ന് ഞാൻ വെറുതെ വന്നതാ. വെറുതെ വരാനെന്താ ഇത് സത്രോ? ഇത് സത്രമാണോ? അയാളാരാ? അയാളാരാ? എന്തിനു വന്നു? അയാള് പട്ടികജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി പറയാനുണ്ട്, തെളിച്ച് പറയണോ? പട്ടികജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്ന. പിന്നെ അയാൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. ഐ ആം വെരി വെരി സ്ട്രിക്റ്റ്. വെരി സ്ട്രിക്റ്റ്. താൻ എന്തിനാണോ ഫോൺ വെച്ചത്? ഹലോ. ഓ ഇനിയെ വെക്കോ പറയും. സാർ, എനിക്കറിയാം ലോലിതൻ. ഈ ഓഫീസിനെ പറ്റി ഞാൻ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്. എവിടെ എവിടെ എന്ത് സാർ? എന്റെ ക്യാബിൻ എവിടെ? സാർ, അവിടെ. മണ്ടോദരി. ഗുഡ്. എന്താണ് ഇത്? ഫൈൻ. അതെനിക്ക് മനസ്സിലായി. ഇതെന്താണെന്ന്? ഷർട്ട്. ഈ ഷർട്ട് താൻ വീട്ടിൽ വെച്ചാൽ മതി. ഓഫീസിൽ വരുമ്പോ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്യണം. ഇതാ ഇതുപോലെ. സാർ. വന്ദന സാർ. നാളെ വരുമ്പോ ഈ കാതിലോല വേണ്ട. മിസ്റ്റർ ലോലിതൻ, come here. എന്താണോ ഇത്? ഇതെന്താണെന്ന്? ഇത് പണ്ട് എങ്ങനെയാണ് സാർ? ഇത് പണ്ട് എന്നാലത് പറ്റില്ല. ഡോർ തുറന്നു കഴിഞ്ഞാൽ താനേ വന്നടയണം. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ശരി, പോയിക്കോളൂ. ഡോർ അടച്ചിട്ട് പോണം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഓ, കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് അനുവാദം കൂടാതെയാണ് കടന്നു വരുന്നത്. സോറി സാർ. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ നന്നാവും? ഇനി വരുമ്പോ അങ്ങനെ വരാം സാർ. ഇനി വരുമ്പോഴല്ല, ഇപ്പോൾ ചെയ്യണം. ഗോ ഗോ ദേർ. ഷട്ട് അപ്പ്. കമിങ് സാർ. യെസ്, കം ഇൻ. ഇങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കണം ഓഫീസ്. നമ്മുടെ ഓഫീസിന് ഒരു പ്രത്യേക അടുക്കും ചിട്ടയും വേണം. കൈക്കൂലി എന്ന് പറയുന്നത് നമ്മുടെ നിഘണ്ടുവിലില്ല. രാവിലെ ഓഫീസ് തുറക്കുന്ന സമയത്ത് ഈശ്വര പ്രാർത്ഥന, വൈകുന്നേരം ഓഫീസ് അടയ്ക്കുമ്പോൾ നമുക്ക് ദേശീയ ഗാനം ആലപിക്കാം. എന്തുകൊണ്ടും മാതൃകാപരമായിട്ടുള്ള ഒരു ഓഫീസ് ആയിരിക്കണം നമ്മുടേത് എന്ന് പറയുന്നു. കണക്കിന് ഉച്ചക്കഞ്ഞിയും കൂടെ വേണ്ടി വരും. എന്നാ പിന്നെ ഇമ്പോസിഷനും കൂടി ചെയ്താ അപ്പൊ ശരിയാവും. എന്താണ് ഒരു കുശുകുശുപ്പ്? കുശുകുശുപ്പ് എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് സംസാരിക്കണം. ഓക്കെ, ഐ ആം വെരി വെരി സ്ട്രിക്റ്റ്. പിന്നെ ഓഫീസ് വരുന്നതിന്റെ സമയനിഷ്ഠ അത് കൃത്യമായിരിക്കണം. എങ്ങാനും വൈകിപ്പോയാൽ 4 റൗണ്ട് ഓട്ടം. എന്താണ്? അല്ല, വൈകില്ല സാർ, കറക്റ്റ് ടൈമിൽ തന്നെ വരും. അതാണ് പറഞ്ഞത്. ശരി, എങ്കിൽ പോയിക്കോളൂ. മേ ഗോ ഔട്ട് സാർ? ഇപ്പോഴത് വേണമെന്നില്ല സാർ. സാർ, വെരി അർജന്റ് സാർ. പോയിക്കോളൂ. വാതിലടച്ചിട്ട് പോണം.
സാറേ സാറേ ഞാനേ ഈ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിട്ടേ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇത് കിട്ടണം. എന്താ കാര്യം? അല്ല കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിട്ടേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വേണം. നിങ്ങളുടെ വരുമാനത്തെ കുറിച്ചൊക്കെ ധാരണയുണ്ടോ? ധാരണയുണ്ട്. എത്ര കവുങ്ങുണ്ട്, എത്ര തെങ്ങുണ്ട്? ഒന്നും എണ്ണിട്ടില്ല. ഇതൊന്നും എണ്ണാതെയാണോ നിങ്ങൾ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നത്? ആണോ? എല്ലാ വരുമാനത്തെ പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഐ എം വെരി വെരി സ്ട്രിക്റ്റ്. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് പുലർച്ചെ 4 മണി, -ഡിഗ്രിയാണ് തണുപ്പ്. ഓർക്കണം, ശത്രു സൈന്യം ക്യാമ്പടിച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ കൂടാരം. പെട്ടെന്നൊരു ശബ്ദം തെങ്ങന്നിട്ട് വരട്ടെ. അല്ല സാറേ, അതെ ഈ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇത് ക്രിമിലെയർ അതെന്ത് ഈ തെങ്ങിന്റെ കവുങ്ങിന്റെ ഒക്കെ കണക്കറിയാനുള്ള നിങ്ങളുടെ മകന്റെ അഡ്മിഷന് വേണ്ടിയിട്ടല്ലേ? അതെ. നിങ്ങൾ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ? അല്ലല്ലേ, ഞങ്ങള് മുസ്ലിം വിഭാഗത്തിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ടുള്ള ആളുകളല്ലേ? അതായത് സാമുദായികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർന്ന ആളുകളല്ല എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. 6 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോ ഇല്ല 6 ലക്ഷത്തിൽ കൂടുതൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് കാണണം, എനിക്ക് തെളിവുകൾ വേണം. പിന്നെ ഒന്നുകൂടി പോയിട്ട് പറഞ്ഞല്ലേ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലായി. പിന്നെ തെങ്ങിന്റെ കവുങ്ങിന്റെ കൃത്യമായിട്ടുള്ള വരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വരൂ. എന്നാ ശരി സാർ. ശരിയെന്ന് ഒരു കാര്യം 100 തവണ പറയണം. സാറേ സാറേ ഇതെന്താ മൂപ്പര് ഇങ്ങനെ? എന്താ? അല്ല അതേ, നമുക്കിതൊരു 100 റുപ്യ എന്നാ ഇവിടുന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? എന്തോ 250 റുപ്യ തന്നാല് ഈ 500 റുപ്യ തന്നാലേ ഇത് ശരിയാക്കാൻ പറ്റുമോ ഈ പേപ്പർ? അതെ, ആള് മാറി. അതാണ്. ഇനി മര്യാദ അനുസരിച്ചിട്ട് ചെയ്താ മതി. സാറിന് പറ്റൂല അല്ലേ? സാർ, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങ് സാരേ ജഹാ സേ അച്ഛാ मजहब नहीं सिखाता आपस में बैर रखना हिंदू है हिंदू हिंदू नहीं हिंदी 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 है हम करेक्ट हिंदी है मदर किनाविन ലഹരിയിലൂടമുളക്ക് വെറിഞ്ഞ് അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യ്. സാർ എന്റെ കാര്യം എന്തായി? അയ്യോ പയ്യെ പറ, സാറുണ്ട്. എന്റെ കാര്യം എന്തായി? ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആണോ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ശരിയാക്കിയത്. ഇത് ഭക്ത്യാദരപൂർവ്വം വാങ്ങിച്ചിട്ട് ആ ദക്ഷിണ ഇങ്ങ് തന്നോളൂ. മിസ്റ്റർ ലോലൻ, മിസ്റ്റർ ലോലിതൻ, സാർ എന്താണിത്? 500 രൂപ. അതെനിക്ക് മനസ്സിലായി. കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല, നിങ്ങൾക്കറിയില്ലേ? സാറ് കൈക്കൂലിയല്ല, ചില്ലറ കൊടുത്താണ്. ഇവര് 500 രൂപയ്ക്ക് ചില്ലറ ചോദിച്ചു, ഞാനത് കൊടുത്തു. ശരിയാണോ? ശരിയാണോ? എങ്കിലെ ചില്ലറ ഇങ്ങെടുക്കൂ. കൊടുക്കൂ. ആ ചില്ലറ ഇങ്ങോട്ട് കാണിക്കൂ. കൊടുക്കൂ.
30 രൂപ. എന്റെ കയ്യിൽ അതുള്ളൂ. 500 രൂപയ്ക്ക് 30 രൂപ. 500 രൂപയ്ക്ക് 30 രൂപയാണോ ചില്ലറ? ആണോ? നോക്കും എന്റെ അകത്തുണ്ടാവും. ഉണ്ടാവും. ഇല്ല. ഞാൻ തന്നതല്ലേ. എന്റെ കയ്യിലില്ല. 500 രൂപയ്ക്ക് 30 രൂപ ചില്ലറ. മിസ്റ്റർ ലോലിതൻ, ആ പൈസ തിരിച്ചു കൊടുക്ക്. അതങ്ങ് തിരിച്ചു കൊടുക്കാൻ. തിരിച്ചു കൊടുക്കണോ? കൈക്കൂലി ഓഫീസിനകത്ത് പാടില്ല. അത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതാണ്. ഇതൊരു മാതൃക ഓഫീസാണ്. നിങ്ങളുടെ വന്ന കാര്യം കഴിഞ്ഞോ? കഴിഞ്ഞോ? എനിക്ക് പൊക്കോളൂ. ഇങ്ങനെ പോയാൽ നമ്മുടെ കഞ്ഞൂടി മുട്ടും. എത്ര ദിവസമായി വല്ലതും തടഞ്ഞിട്ട്. ഒരു 500 രൂപ നോട്ട് കണ്ടിട്ട് നാളെ എത്രയെന്ന് അറിയാമോ? പൈസ ചോദിക്കാനും വയ്യ, മേടിക്കാനും പറ്റൂല. അതങ്ങനെ കിണലിന്റെ 2 കണ്ണും നമ്മുടെ മേത്ത് തന്നെയല്ലേ. ഇയാള് എന്റെ വീട്ടിന്റെ അടുത്തൂടെയാണ് പോണേ. ഞാൻ എന്റെ വീട്ടിലെ പട്ടിയെ തുറന്നു വിട്ട് ഇയാളെ കടുപ്പിക്കും. എന്തിന്? കേണലിനെ കടിച്ചിട്ട് തന്റെ പട്ടി ചത്തുപോവാനാ? എന്തായാലും ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം. ഈ ഹരിചന്ദ്രൻ കായംകുളം കൊച്ചുണ്ണി ആവുന്നത് നമുക്ക് കാണാം. ആവോ? ആവും. അല്ലെങ്കിൽ നമ്മൾ ആക്കും. എങ്ങനെയെങ്കിലും ആക്കണം. ആ ആക്കാം. ആക്കും. ജനഗണമന അധിനായക ജയ ഹേ എന്താണ് സർ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം കാണത്തില്ല. അപ്പോ ദേശീയഗാനം നേരത്തെ പാടിയിട്ട് പോവാന്ന് കരുതി. നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതാണോ ദേശീയഗാനം? ആണോ? അല്ല തനിക്ക് ഉച്ചയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലീവ് എഴുതി വെച്ചിട്ട് പോക്കോ. അല്ല സാർ, ഈ ഓഫീസിൽ അങ്ങനെയുള്ള പതിവൊന്നുമില്ല. പതിവില്ലെങ്കിൽ പതിവ് ഉണ്ടാക്കണം. ലീവ് എഴുതിട്ട് പോയാൽ മതി. അല്ല, ലീവ് എഴുതിയിട്ട് പോവാം സാർ. ആ ശരി. വാദപ്രശ്നം പോണം സാർ. ആ വന്നല്ലോ മിസ്റ്റർ ലോലിതൻ. താങ്കൾ ഇന്നും വളരെ ലേറ്റ് ആണ്. അയ്യോ സാർ, ഞാൻ ലേറ്റ് അല്ല. ഞാൻ നേരത്തെ വന്നായിരുന്നു. ഞാൻ ഇവിടെ ഫയലൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന്. കള്ളം പറയുന്നവർ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറ് ഫോൺ ചെയ്തുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന്. താങ്കൾ ഒരു സർക്കാർ ജീവനക്കാരനല്ലേ? ആണ് സാർ. കണ്ണാടി നോക്കാറുണ്ടോ? ഉണ്ട് സാർ. കണ്ണാടി നോക്കാറുണ്ടോ? ഉണ്ട് സാർ. ഉണ്ട് സാർ. എന്താണ് നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയ അഭിപ്രായം? നല്ല ഡ്രസ്സാണ്. ഈ പാന്റ് താഴെ വേണ്ട, കുറച്ച് പൊക്കി വയ്ക്കും. എന്ത്? നിങ്ങളുടെ കൈക്ക് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല സാർ. പിന്നെ ഒന്നുമില്ല, ആ കുഴപ്പമില്ല. മേശപ്പുറത്ത് നടക്കണം. ഒരു സീനിയർ ഓഫീസറുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അറിയില്ലേ? ഇല്ല ഇല്ല സാർ. എനിക്ക് കാണിച്ചു തരാം. അറ്റൻഷനായിട്ട് നിൽക്കണം. അറ്റൻഷനായിട്ട് നിൽക്കൂ. അറ്റൻഷനായിട്ട് നിൽക്കൂ. വെരി ഗുഡ്. നെഞ്ചു വിരിച്ച്. ഒരല്പം ഭവ്യത വരാം. ഓക്കെ, പോയിക്കോളൂ. അപ്പൊ അതിലടച്ചിട്ട് പോണം. സാറേ, എന്തായത്? അല്ല സാറന്ന് പറമ്പിലത്തെ മരത്തിന്റെ കണക്കൊക്കെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും കൂടുതൽ മരങ്ങളോ? അവിടെ ഉള്ള എല്ലാ മരങ്ങളും എഴുതിയിട്ടുണ്ട്. താനെന്താ കാട്ടിലാണോ താമസം? എഴുതിയതും പ്രശ്നമായ. താനൊരു കാര്യം ചെയ്യും. എല്ലാം നികുതി ചീട്ടുമായിട്ട് നാളെ വാ. നമുക്ക് നാളെ ശരിയാക്കാം. ഇനിയിപ്പോ രണ്ടാമത് ഇനി വേറെ പോയിട്ട് വരണം. രണ്ടാമത് പോയിട്ട് പാടോ? എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ നോക്കണ്ടേ? അങ്ങനെ നടപ്പാക്കണ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ ആണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ കേണലായിരുന്നു. കേണൽ സത്യശീലൻ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ. അതായിരുന്നു നല്ലത്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആരുടെ ഭാഗ്യത്തിന്? ഒന്നും ഞങ്ങളത് നോക്കിട്ട് എന്തെങ്കിലും ചെയ്ത് കാട്ടു സാർ. അല്ലാതെ ഇപ്പൊ അത് ഇനി പോയി വരാനൊന്നും പറ്റില്ല. തനിക്കറിയാമോ, നിറയെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല, ഏകദേശം 30 ടൺ ഭാരമുള്ള, എത്ര? അല്ല ഏകദേശം ഒരു 30 കിലോ വരും. 30 കിലോ ഭാരമുള്ള ഒരു ചാക്കും ചുമലിൽ ചുമന്നാണ് ഞാൻ ആ മല കയറി 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 പോയിരുന്നത്. നിങ്ങൾ ഒറ്റക്കോ? ആ, അവിടെ യൂണിയൻകാരൊന്നുമില്ല. ഇവിടെ ഒരു സഞ്ചരിക്കാൻ സമ്മതിക്കൂല അവർ. നിങ്ങൾക്കൊക്കെ ഒറ്റക്ക് ഏറ്റാലേ. താനൊരു കാര്യം ചെയ്യേ. താനൊരു കാര്യം ചെയ്യേ. ഇതുമായിട്ട് പോയിട്ട് നാളെ വാ. എന്താ സാറേ, കുട്ട ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഈ കയറി ഇറങ്ങണത്. തന്നോട് ഞാൻ നാളെ വരാൻ പറഞ്ഞോ? സാറെന്നാ തന്നോട് ഞാൻ നാളെ വരാൻ പറഞ്ഞോ? നിങ്ങൾ ഇങ്ങനെ ചാടിയിട്ട് എന്താ കാര്യം? നാളെ പറഞ്ഞ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ഉടനെ ചെയ്തു തരാൻ പറ്റും.
നിങ്ങൾ ഇവിടുന്ന് എനിച്ചിട്ട് ആ വട്ടാളത്തിലേക്ക് തന്നെ പോവാ നല്ലത്. എന്ത് ഇന്ന് കേരളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വിളിക്കാനായിട്ട്. കോയക്ക നിങ്ങൾ കണ്ണാടി നോക്കാറുണ്ടോ? കണ്ണാടി നോക്കാറൊക്കെ ഉണ്ട്. എന്ത് ഒരു ഓഫീസിൽ വരുമ്പോ എങ്ങനെയാണ് വരേണ്ടതെന്ന് അറിയാമോ? എന്താണ് ഇപ്പൊ ഞാൻ എന്താ കാട്ടിയത്? ഒരു സീനിയർ ഓഫീസറിന്റെ മുമ്പില് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാമോ എന്ന്? ഇവിടെ ഇപ്പൊ ആരാണ് സീനിയർ ഓഫീസർ? അറ്റൻഷൻ ആയിട്ട് നിൽക്കൂ. ഇങ്ങനെ നിൽക്കൂ. തലക്കുമല്ല സുഖമുണ്ടോ? ഞാൻ അല്ലെങ്കിൽ അവിടുന്ന് ഭ്രാന്ത് എടുത്തിട്ടായിരുന്നു. ഭവ്യതയോടുകൂടി മനുഷ്യൻ നട്ടം തിരിഞ്ഞിട്ട് പറഞ്ഞു 3-4 ദിവസമായി കയറി ഇറക്കാൻ തുടങ്ങി. അതാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്താ പറഞ്ഞു? അത് എങ്ങക്കറിയാം, ഞാൻ ഈ പറമ്പ് മുഴുവൻ മരങ്ങളുടെ എണ്ണ എഴുതിയെടുത്ത് തെങ്ങും കവുങ്ങൊക്കെ എഴുതിയെടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു മുമ്പിൽ. പറമ്പില് തെങ്ങും കവുങ്ങും ഒക്കെ എത്ര ഉണ്ടെന്ന് എണ്ണം ചോദിച്ചോ? അത് ചോദിച്ചു. അതെ, ആ വേറൊന്നുമല്ല, അദ്ദേഹം കൈക്കൂലി നേരിട്ട് മേടിക്കത്തില്ല. പുള്ളിയുടെ സീക്രട്ട് ആയിട്ടുള്ള കോഡാണ് ഈ കവുങ്ങിന്റെ പ്ലാവിന്റെ എണ്ണമൊക്കെ ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് കൈക്കൂലി മേടിക്കുക. അപ്പൊ ഇക്കത് വേറൊന്നുമില്ല, ഇക്ക ചില്ലറ ഒരു കവറിലിട്ടങ്ങ് കൈ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, മണ്ടോദരി ഇന്നിപ്പോ 1000 രൂപ തന്ന് സഹായിക്കും. അത് അവിടെ കവറിലിട്ട് കൊടുക്കുക. നാളെ തിരിച്ച് മണ്ടോദരിക്ക് കൊണ്ട് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയണം. ഇത് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കൊടുക്കണം. എന്നിട്ടാണ് പട്ടാളം ആയതുകൊണ്ട് കാശ് കയ്യിൽ വന്നിട്ടില്ല. ഇതറിയണ്ടേ? ഞാൻ എന്നോട് തെങ്ങും കവുങ്ങും അതൊക്കെ പറമ്പൊക്കെ കയറി ഇറങ്ങി എന്നെ ഈ ആയി കൊടുത്താൽ മതിയായിരുന്നു. ബഹുമാനത്തോടെ സ്നേഹത്തോടെ. സാറേ, നികുതി അടുത്ത കടലാസൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അത് മറന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഒക്കെ ഉണ്ടായില്ല, തെങ്ങും കവുങ്ങും ഒക്കെ. നമ്മക്ക് മനസ്സിലാവണ്ടേ എന്താന്ന്. എന്ത് സർട്ടിഫിക്കറ്റ്? ഇതന്നെ സർട്ടിഫിക്കറ്റ്. ഇതെന്താണ് സർട്ടിഫിക്കറ്റ്? നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ വിജിലൻസ് എന്നാ ആ കറൻസി എടുക്കും. ഇല്ല സാർ, ഇത് സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് തന്നതാണ്. ഏത് ഓഫീസിലാണ് സർട്ടിഫിക്കറ്റ് കറൻസിയിൽ കൊടുക്കുന്നത്? ഞാൻ 1 രൂപ പോലും വാങ്ങിക്കാത്ത സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ആരെല്ലാമോ ചേർന്നിട്ടുള്ള ഗൂഢാലോചനയാണ് സാർ. ഇതൊക്കെ പിടിക്കപ്പെടുന്ന എല്ലാവരും പറയണതാണ്. നിങ്ങളെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായി പരാതി കിട്ടി തുടങ്ങിയിട്ട്. എന്ത് പരാതി സാർ? കൈക്കൂലി വാങ്ങുന്നില്ലെന്നുള്ള പരാതിയല്ലേ? കൈക്കൂലി വാങ്ങുന്നില്ലെന്ന് ആരെങ്കിലും പരാതിപ്പെടും? നടക്കണം. പൊട്ടനെ ചട്ടം ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും. ഈ ജാതി ആൾക്കാർ വേണം പറഞ്ഞൊക്കെ പിടിക്കാൻ. ഇതാണ് വിജിലൻസ് ഇല്ലേ? ഞാൻ ആദ്യമായിട്ടാ കണ്ണു വരുന്നേ. ഇവര് വന്നാ കുടുങ്ങി കാര്യം. പോയില്ലേ? നല്ല സമയത്താ വന്നത്. എന്തായാലും പോയല്ലോ ഹലാക്ക്. സാറേ, അപ്പൊ ഇനിയിപ്പോ എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ എന്തായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്ന ആകെപ്പാട് ഒരു തടസ്സം ആ സാറായിരുന്നു. ഇനിയിപ്പോ കോയക്കട കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് നടക്കും. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരു 1000 രൂപ എന്തായാലും മണ്ടൂരിയിൽ നിന്ന് വാങ്ങിച്ചല്ലോ. ഞാൻ നാളെ തരൂ. സാറിന് കൊടുക്കാനുള്ളത്. അതെ ഞാൻ തരും. അപ്പൊ ഇനിയിപ്പോ കോയക്കട സർട്ടിഫിക്കറ്റ് ശരിയാക്കാനുള്ളത്. ശരിയാക്കാം. ബാക്കി 3000 രൂപ കൂടെ ചേർത്ത് 4000 രൂപ നാളെ കൊണ്ടുപോവാ. നാളെ സർട്ടിഫിക്കറ്റ് റെഡി. എങ്ങനെയാണ്? ഇങ്ങനെയാണ് ന്യായം.